വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത സീക്രട്ട് ആയിട്ടുള്ള ട്രിക്കുകൾ. ഒന്നാമത്തത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാറ്റിനെ മൊത്തത്തിൽ ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ഓപ്പൺ ആക്കുക, എന്നിട്ട് ആ ഒരു ചാറ്റിന്റെ എബൌട്ടിലേക്ക് പോവുക, എന്നിട്ട് ഏറ്റവും താഴെ പോകുന്ന സമയത്ത് ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഈ ലോക്ക് നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് ഇട്ട് അല്ലെങ്കിൽ പാസ്കോഡ് വെച്ചിട്ട് ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നിങ്ങളുടെ ചാറ്റ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാറ്റ് മാത്രം, അതായത് നിങ്ങളിപ്പോൾ ലോക്ക് ചെയ്ത ചാറ്റ് മാത്രം കാണാൻ പറ്റൂല. ഇത് ഏറ്റവും ടോപ്പിൽ ആർക്കൈവ്ഡ് ചാറ്റിനും മേളിലായിട്ട് ലോക്ക്ഡ് ചാറ്റ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ വരും. ആ സെക്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് നിങ്ങൾ അൺലോക്ക് ചെയ്ത് നോക്കിയാൽ ഈ ചാറ്റ് കാണാൻ പറ്റും. നിങ്ങൾ ആരുടെങ്കിലും ഒക്കെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ മൈ നമ്പർ എന്നോ മൈ ഡിയർ എന്നോ ഒക്കെ അടിക്കുന്ന സമയത്ത് അത് എന്നായി പോയി കഴിഞ്ഞാൽ ഇതിനെ നിങ്ങൾക്ക് ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അതിനെ നിങ്ങൾക്ക് ഒന്ന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ മെസ്സേജിൽ ഹോൾഡ് പ്രസ് ചെയ്യുക, എന്നിട്ട് 3 ഡോട്ട് മേളിലായിട്ട് കാണാൻ പറ്റും. ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വരും. എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനത്തിന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും. പക്ഷേ നോട്ട് ദ പോയിന്റ്, ആ ഒരു മെസ്സേജ് എഡിറ്റഡ് ആണെന്നുള്ളത് അവിടെ വാട്സപ്പ് എഴുതിയും കാണിക്കും. ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടുന്ന സമയത്ത് ഇഷ്ടം പോലെ ഫോൺ സ്റ്റൈലുകൾ കിട്ടും അല്ലേ? അതേപോലെ തന്നെ ഇനി വാട്സപ്പിലും ഇഷ്ടം പോലെ ഫോൺ സ്റ്റൈലുകൾ കിട്ടും. ഇൻസ്റ്റഗ്രാമിലെ പോലെ തന്നെ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് നോക്കുക, എന്നിട്ട് ടെക്സ്റ്റിൻ്റെ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പല സ്റ്റൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഏത് സ്റ്റൈലാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്ത്, ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. വാട്സപ്പ് ഒരുപാട് നാൾ ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് സ്റ്റോറേജ് ഇഷ്യൂ. അതായത് ഇഷ്ടം പോലെ ഫയൽസ് അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ ഇനി മുതൽ ഇതിനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് അറിയാമോ? ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം സ്റ്റോറേജ് ആൻഡ് ഡേറ്റയിലേക്ക് പോവുക. സ്റ്റോറേജ് ആൻഡ് ഡേറ്റയ്ക്കകത്ത് മാനേജ് സ്റ്റോറേജിൽ പോയി കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ അകത്ത് നിങ്ങൾ അയച്ചു കൊടുത്തതും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതുമായിട്ടുള്ളതിൽ ഏറ്റവും സൈസ് കൂടിയ ഫയലുകൾ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓരോ ചാറ്റിലും എത്രത്തോളം സ്റ്റോറേജ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അറിയാൻ പറ്റും. അതായത് ഏറ്റവും ആദ്യം കിടക്കുന്ന ചാറ്റിൻ്റെ അകത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഫയൽ സൈസുകളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചാറ്റിനെ എടുത്തിട്ട് ആ ചാറ്റിൻ്റെ അകത്തുള്ള മീഡിയ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് സ്റ്റോറേജ് മാനേജ് ചെയ്യാം. അപ്പോൾ ചെറിയ സ്റ്റോറേജ് ഉള്ള ഫോണുകൾ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയൊരു ട്രിക്കാണ്. അടുത്ത ട്രിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ എത്രത്തോളം ആളുകൾക്ക് ഉപയോഗപ്രദമാവുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ചാറ്റ് എടുത്തതിന് ശേഷം എന്നിട്ട് ആ ചാറ്റിനെ നിങ്ങൾ റീസൺസിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിങ്ങൾക്ക് ഒരു 3 ഡോട്ട് കാണാൻ പറ്റും. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫ്ലോട്ടിംഗ് വിൻഡോ എനേബിൾ ചെയ്യാം. ഫ്ലോട്ടിംഗ് വിൻഡോ എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോയാണ് ഇതിനകത്തേക്ക് ഷെയർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള ഗാലറി ഓപ്പൺ ആക്കുക. എത്ര ഫോട്ടോയാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മൊത്തം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് ഈ ചാറ്റിലേക്ക് കൊണ്ടിട്ടാൽ മതി. സിമ്പിളായിട്ട് പരിപാടി കഴിയും. ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഇഷ്യൂ വരുന്നത് സാംസങ് ഫോണുകളിൽ ഇത് ആക്ച്വലി വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ സാംസങ് ഫോണിൽ വർക്ക് ആവുന്നില്ല. ബാക്കിയുള്ള ഫോണിലൊക്കെ പക്കയായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇത്രയും കിടിലൻ ട്രിക്കുകൾക്കിടയിൽ വേറൊരു കുട്ടി സാധനം ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പിൻ്റെ വാൾപേപ്പർ ഗാലറി ഇല്ലേ, അതിൻ്റെ അകത്ത് ഒരു 4 പുതിയ ഫോട്ടോ വാട്സപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ വാൾപേപ്പറൊക്കെ ഇട്ട് നിങ്ങൾക്ക് ചാറ്റിൽ ചാറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു ട്രിക്കുകളൊക്കെ കഷ്ടപ്പെട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ എഫേർട്ടിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ സന്തോഷം. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടായിരിക്കും. ബൈ.